ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കൂടുതലായി അറ്റൻഷൻ കിട്ടുന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു ബിസിനസ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഷോപ്പിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ മുന്നൊരു ബിസിനസ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ആക്ച്വലി. അപ്പോൾ അതിന് കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റിയൊരു ബിസിനസ്സിനെ കുറിച്ച് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. This is Iqbal Huzur. Welcome back to my new video. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി, അത് എന്തുകൊട്ടെ നമ്മൾക്കൊരു കൂടുതൽ കസ്റ്റമേഴ്സിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് കയറി വരുന്ന രീതിയിലുള്ളൊരു ബിസിനസ് നമ്മൾക്ക് എങ്ങനെ ഒരു കസ്റ്റമേഴ്സിനെ നമുക്ക് അതിലേക്ക് ശ്രദ്ധിപ്പിക്കാം, നമ്മുടെ ഷോപ്പിനെ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം എങ്ങനെ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ ഇപ്പോൾ ഒരു ലേഡീസ് വെയർ, അല്ലെങ്കിൽ ഒരു മെൻസ് വെയർ, കിഡ്സ് വെയർ, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ഷോപ്പ്, ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ നമുക്കറിയാം അതിൽ ജനറലി അതിൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്ത്, അതിൽ ഇപ്പോൾ ജെൻസ് വെയർ ആണെന്നുണ്ടെങ്കിൽ ജെൻസിൻ്റെ തന്നെ എല്ലാ രീതിയിലുള്ള ഐറ്റംസുകളും അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ ഷോപ്പാണ് സെറ്റ് ചെയ്യുക. ലേഡീസിൻ്റെതാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കളേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെതാണ്, ഗോ കളേഴ്സ്. നമുക്കറിയാം ഓൾ ഇന്ത്യ ഭയങ്കരമായിട്ട് ബ്രാൻഡ് ചെയ്ത ഒരു ഷോപ്പാണ് ഈ ഗോ കളേഴ്സ് എന്ന് പറയുന്നത്. അവർ ലേഡീസിൻ്റെ ലെഗിങ്സ് അതുപോലെയുള്ള പാൻറ് ഐറ്റംസ് സംഭവങ്ങളൊക്കെയാണ് അവർ കൂടുതൽ ചെയ്യുന്നത് മാത്രമല്ല, അവരെ 100% അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അവർ ഷോപ്പിൽ അവരെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലേഡീസിൻ്റെ പാൻറ് ഐറ്റംസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി ഒരു കസ്റ്റമർക്ക് അവർ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കളറും, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സൈസും, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള മോഡലുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കളക്ഷൻസ് ആ ഷോപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഗോ കളേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെല്ലാ പാൻറ്റുകളും, ജീൻസ് ആയിക്കോട്ടെ, ലെഗിങ്സ് ആയിക്കോട്ടെ, ട്രാക്ക് പാൻറ് ആയിക്കോട്ടെ, മറ്റേത് പാൻറ്റുകളായി ലേഡീസ് ഉപയോഗിക്കുന്ന എല്ലാ പാൻറ്റുകളുടെയും എല്ലാ കളക്ഷൻസും, അതെല്ലാ സൈസിലും, എല്ലാ കളേഴ്സിലും, എല്ലാ വെറൈറ്റീസിലും, എല്ലാ മോഡൽസിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഗോ കളേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷോപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സെറ്റപ്പാണത്. വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എല്ലാ ജനറൽ ഐറ്റംസ് വെക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു ഐറ്റം, അത് ടോപ്പ് ആവാം, അല്ലെങ്കിൽ പാൻസ് ആവാം, അല്ലെങ്കിൽ ഇന്നോവേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളാവാം. അപ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേണിനെ സെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കളക്ഷൻസും, കൂടുതൽ വെറൈറ്റീസും, കൂടുതൽ മോഡൽസും അതിനെ ഉൾക്കൊള്ളിച്ച് ഒരു കസ്റ്റമർ കയറിക്കഴിഞ്ഞാൽ അതിൽ അവർ നിരാശരായി മടങ്ങുന്നൊരവസ്ഥ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും ചെയ്യുമ്പോൾ അതുപോലെയുള്ള ഒരു പാറ്റേണിനെ, ഒരു ഐറ്റം ആഡ് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു ചെറിയതായാലും ശരി, വലിയ ഷോപ്പായാലും ചെറിയ ഷോപ്പായാലും ശരി. ഇപ്പോൾ ഈ ഗോ കളേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 100-150 സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോപ്പുകളാണ് നമുക്ക് ഭൂരിഭാഗം കാണാൻ കഴിയുക. ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും, കേരളത്തിലാണെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു ഷോപ്പ് സെറ്റപ്പാണ് അവരുണ്ട്. പക്ഷേ ആ ഷോപ്പിന് കാണാൻ നല്ല രീതിയിൽ അവർ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുമെന്നുള്ളതാണ് ആ ഒരു പ്രത്യേകത. അപ്പോൾ ഇതുപോലെ നമ്മൾക്കും ഒരു നല്ലൊരു ബ്രാൻഡാക്കി, അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ കസ്റ്റമേഴ്സിന് അത് അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം
അവർ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ടോപ്പ് എടുക്കണം, ടോപ്പ് മാത്രമുള്ള ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കളക്ഷൻ അവിടെ ഉണ്ടാവും, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സൈസ് ഉണ്ടാവും, നമ്മൾ ആഗ്രഹിക്കുന്ന കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു ചിന്ത നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളെ ഷോപ്പിലേക്ക് കയറി വരാനും കൂടുതൽ ബിസിനസ് നടക്കാനും നല്ല സാധ്യതയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾക്കും ഇതുപോലെ ഒരു വെറൈറ്റി ഒരു ഐറ്റം കണ്ടെത്തി, അല്ല വെറൈറ്റി ആയിട്ട് മീൻസ് ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരൈറ്റത്തിനെ നമ്മൾ തിരഞ്ഞെടുത്ത് അത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ജെൻസിൻ്റെതായാലും കിഡ്സിൻ്റെതായാലും ലേഡീസിൻ്റെതായാലും ആരുടെയായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും, ഞാൻ ഉദാഹരണത്തിന് ഡ്രസ്സ് പറഞ്ഞത് മാത്രമല്ലാതെ മറ്റെന്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഒരൈറ്റത്തിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ അത് സഹായകരമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് എന്തും ആയിക്കൊള്ളട്ടെ, അതിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഡെലിവറി ചെയ്യുക, നല്ല രീതിയിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്പ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങളെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ ആ ബിസിനസ്സിൽ ആകർഷിപ്പിക്കാനും നല്ല ഒരു കസ്റ്റമർ സർക്കിൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ സഹായിക്കും. നല്ല രീതിയിലുള്ള ഒരു സർവീസും അതുപോലെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗോ കളേഴ്സ് പോലൊരു നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് ചെറിയ ഷോപ്പായാലും ശരി വലിയ ഷോപ്പായാലും ശരി നല്ല രീതിയിൽ അതിനെ ഡിസ്പ്ലേ ചെയ്ത് നല്ല വൃത്തിയിൽ അതിനെ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു പുരോഗതി ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ളൊരു ബിസിനസ് പാറ്റേൺ, ഒരു രീതി, ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലുണ്ടാവും. ഒരു പക്ഷേ അതിനെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ ക്ലിയർ ആയിരിക്കും. തീർച്ചയായിട്ടും പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഷോപ്പായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള ഇനിയും നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെ വീഡിയോ കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.